ഏതെങ്കിലും ക്ലാസ്സിൽ വെച്ചിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു SSLC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രായപരിധി ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ +2 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി SSLC കംപ്ലീറ്റ് ചെയ്തിരിക്കണം. SSLC പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് +2 ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിലും ചില കാര്യങ്ങൾ വരാറുണ്ട്. കാരണം SSLC പാസ്സായതിനു ശേഷം പിന്നെ +1 +2 പഠിക്കാൻ സാധിക്കാത്ത ചില ആളുകളുണ്ടാവും. അല്ലെങ്കിൽ +1 വെച്ചിട്ട് പഠനം മുടങ്ങി പോയിട്ടുള്ള ആളുകളുണ്ടാവും, +2 വെച്ചിട്ട് പഠനം മുടങ്ങി പോയ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ +2 നമുക്ക് NIOS വഴി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പ്രായപരിധി ഇല്ല എന്നുള്ള കാര്യം. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ NIOSനെ ബേസ് ചെയ്ത് ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ. ആ സംശയങ്ങളൊക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്യണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് NIOS എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ NIOS വഴി SSLC +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇനി നിങ്ങളിൽ ഒരുപാട് ആളുകൾ നിലനിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ഒരു NIOSൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല മത്സര പരീക്ഷകൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗപ്രദമാണോ എന്നുള്ളതാണ്. തീർച്ചയായും ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനാണെങ്കിലും PSC, UPSC, എൻട്രൻസ് എക്സാം ഇങ്ങനെയുള്ള ഗവൺമെന്റ് എക്സാമുകളൊക്കെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്താണ്, നമ്മുടെ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ആളുകളുടെ സംശയം ഇതാണ്, അതായത് ഇതിന്റെ എക്സാം നമുക്ക് ഓൺലൈൻ ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ NIOSൽ ഓഫ്ലൈൻ എക്സാം ആണുള്ളത് കേട്ടോ. അതായത് നിങ്ങളുടെ ജില്ലകളിൽ തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് അലോട്ട് ചെയ്ത് തരുന്ന ഓരോ സെന്ററുകൾ ഉണ്ടാവും, എക്സാം സെന്റർ ഉണ്ടാവും. അവിടെയാണ് നിങ്ങൾക്ക് പരീക്ഷ നടത്തപ്പെടുന്നത്. അപ്പൊ അവിടെ പോയി നിങ്ങൾ പരീക്ഷ എഴുതണം. ഇനി മറ്റുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ക്ലാസ്സുകൾ, നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ, അസൈൻമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു അക്കാദമിക് ഇയറിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നിങ്ങളെ സഹായിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അസൈൻമെന്റ്, പ്രോജക്ട് ഇതെല്ലാം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അത് നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നമ്മുടെ ക്ലാസ്സുകളിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു NIOS വഴി SSLC +2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകളുടെ സംശയമാണ്, ഈ ഒരു NIOSൽ SSLC +2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് പ്രായപരിധി ഉണ്ടോ എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമുക്ക് ഇതിൽ പ്രായപരിധി കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഏതൊരു ഏജിലുള്ള ആളുകൾക്കും ഈ ഒരു SSLC ആണെങ്കിലും +2 ഒക്കെ ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ SSLC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠനം നിർത്തിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ SSLC എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 10ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ടാവും, എന്നിട്ട് 10ൽ ചിലപ്പോൾ ഫെയിൽ ആയി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും 10ാം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് പറ്റും. ചെറിയ രീതി പറയുകയാണെങ്കിൽ പഠനം മുടങ്ങി പോയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ വെച്ചിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു SSLC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രായപരിധി ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ +2 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി SSLC കംപ്ലീറ്റ് ചെയ്തിരിക്കണം. SSLC പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് +2 ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പൊ അതിലും ചില കാര്യങ്ങൾ വരാറുണ്ട്. കാരണം SSLC പാസ്സായതിനു ശേഷം പിന്നെ +1 +2 പഠിക്കാൻ സാധിക്കാത്ത ചില ആളുകളുണ്ടാവും, അല്ലെങ്കിൽ +1ൽ വെച്ചിട്ട് പഠനം മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളുണ്ടാവും, +2ൽ വെച്ചിട്ട് പഠനം മുടങ്ങിപ്പോയ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ +2 നമുക്ക് NIOS വഴി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പ്രായപരിധി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്, മിസ് നമുക്ക് +1ഉം +2 നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് +1ലെ സിലബസിൽ കുറച്ച് കാര്യങ്ങളും +2 സിലബസിലെ കുറച്ച് കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരൊറ്റ പബ്ലിക് എക്സാമേ ഉള്ളൂ. +2 എന്നുള്ള രീതിയിലാണ് എക്സാം വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരൊറ്റ എക്സാമിലൂടെ നമുക്ക് +1 +2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ 10ാം ക്ലാസ്സുകാർക്കാണെങ്കിൽ മീഡിയം അനുസരിച്ച് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. എക്സാമും നമുക്ക് മലയാളത്തിൽ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി +2കാർക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും, എക്സാം നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ സബ്ജക്റ്റ് ആണ്. ഒരുപാട് ആളുകൾ ചില തെറ്റിദ്ധാരണകൾ വരുത്തി വെച്ചിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നു 6 വിഷയം എടുക്കണോ എന്നുള്ള രീതിയിലാണ്. 6 വിഷയത്തിന്റെ ആവശ്യകത ഒന്നുമില്ല. നമുക്ക് 5 വിഷയം മതി കേട്ടോ. 5 വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് +1 +2 ആണെങ്കിലും അല്ലെങ്കിൽ SSLC ആണെങ്കിലും നമുക്ക് 5
വിഷയത്തിലൂടെ NIOS പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു 6 വിഷയത്തിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കൊരു വൊക്കേഷണൽ സബ്ജക്റ്റിന്റെ ഒരു ആവശ്യകതയൊക്കെ നമ്മുടെ NIOSൽ വന്നിട്ടുണ്ട്. അതൊക്കെ എടുത്തു മാറ്റി ആ ഒരു നിബന്ധന ആ ഒരു റൂളൊക്കെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 5 വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ NIOS വഴി 5 വിഷയങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് തുടർ പഠനത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു 5 വിഷയങ്ങൾ കൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി സബ്ജക്ട് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉപരിപഠനത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പണി കിട്ടുന്നത്. ചില ആളുകൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന്റെ ഒക്കെ വെറുതെ കുറെ സബ്ജക്ട് കോമ്പിനേഷൻ അങ്ങ് എടുത്തു കൊടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നീടാണ് ഈ പിള്ളേർക്ക് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഹയർ സ്റ്റഡീസിനൊക്കെ പോയി കഴിയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ എടുക്കില്ല, വാല്യൂ ഇല്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ചുള്ള രീതിയിൽ തന്നെ സബ്ജക്ട് കോമ്പിനേഷൻ എടുത്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചാടിയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതെനിക്ക് അറിയാവുന്നതാണ്. കാരണം അവരൊക്കെ എന്നെ വിളിച്ചിട്ടാണ് പിന്നെ സബ്ജക്ട് കോമ്പിനേഷൻ ഒക്കെ മാറ്റിയെടുത്ത് പിന്നീട് അവരുടെ ആ ഒരു വർഷമൊക്കെ കളഞ്ഞ് വീണ്ടും നമ്മൾ ഈ +2 ഒക്കെ എഴുതിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ എപ്പോഴാണെങ്കിലും ഇപ്പൊ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് പരിചിതമായിട്ട് ഒരുപാട് നാളല്ലേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും വരാതെ മുമ്പോട്ടുള്ള പഠനം നിങ്ങൾ നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് മുമ്പോട്ട് പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ഒരു 7-8 വർഷമായിട്ട് NIOSന്റെ SSLC +2 കോഴ്സുകൾ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവട്ടെ. കാരണം ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയാതെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ പോയി ജോയിൻ ചെയ്തിട്ട് ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ട് നേരെ എന്റെ അടുത്തോട്ടാണ് വരുന്നത്. അപ്പൊ അത് ഇവിടെ നിന്നാണ് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള തെറ്റ് ചെന്ന് ചാടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ എവിടെ പഠിച്ചാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ LB പഠിച്ചാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും കിട്ടും. അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് നോക്കി നടത്തി തരുന്നതായിരിക്കും. എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ ജില്ലയിലുള്ള ആ എക്സാം സെന്ററിൽ പോയി നിങ്ങൾ പരീക്ഷ എഴുതിയാൽ മാത്രം മതി. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ഏറ്റെടുത്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ NIOSൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പാസ് മാർക്കൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, അസൈൻമെന്റും പ്രൊജക്റ്റും നമുക്ക് ഈ ഒരു അക്കാദമിക് നമ്മൾ ഈ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അസൈൻമെന്റും പ്രൊജക്റ്റും ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് 26 മാർക്കാണ് നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ടത്. ബാക്കി നമ്മുടെ അസൈൻമെന്റും പ്രൊജക്ടിന്റെയും കൂടെ മാർക്ക് ചേർത്തിട്ടാണ് നമുക്ക് 33 മാർക്ക് പാസ് മാർക്ക്. അപ്പൊ എന്തായാലും ഒരു 26 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും പാസ് മാർക്ക് എന്നുള്ള രീതിയിൽ എന്തായാലും കിട്ടും. അത് കൂടാതെ ചില അതായത് ഉന്നത പഠനമൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഉപരിപഠനം നോക്കുന്ന ആളുകളാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പെർസെന്റേജ് മാർക്കൊക്കെ നിങ്ങൾ കരസ്ഥമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ NIOSനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക. അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷനൊക്കെ എടുത്ത് നിങ്ങളുടെ പഠനം നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.